ഈ റോഡ് നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നറിയില്ല. പക്ഷെ കാട് തുടങ്ങുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അതെ, പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. യാത്ര എന്ന് പറയുമ്പോൾ ഈ കാടിനകത്ത് വന്ന് അവിടെ ടെൻറ്റിൽ താമസിച്ച് ജംഗിൾ സഫാരിയും റിവർ റാഫ്റ്റിങ്ങും ട്രെക്കിങ്ങും അവസാനം ഒരു ട്രൈബൽ ഡാൻസും വരെ അനുഭവിച്ചൊരു കംപ്ലീറ്റ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ്. അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കാടിൻ്റെ ശബ്ദവും തണുപ്പും നേച്ചറുമൊക്കെ ഒന്ന് അടുത്ത് ഫീൽ ചെയ്യണമെങ്കിൽ ഈ യാത്ര ഡെഫിനറ്റ്ലി വെർത്താണ്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഈ പറമ്പിക്കുളം ഫോറസ്റ്റ് നമ്മുടെ പാലക്കാട് ജില്ലയിലാണെങ്കിലും ഇവിടെ എത്താൻ ഒരു ചെറിയ ട്വിസ്റ്റ്. നേരെ കേരളത്തിൽ നിന്നല്ല, മറിച്ച് തമിഴ്നാട് പൊള്ളാച്ചി വഴിയാണ് നമുക്ക് അവിടേക്ക് എത്തേണ്ടത്. പൊള്ളാച്ചി എത്തിയതിനു ശേഷം സേതുമട ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലെ കാടിനകത്ത് ഒരു ഓഫ് ബീറ്റ് റോഡിലൂടെ നമ്മൾ നേരെ പറമ്പിക്കുളത്തേക്ക്. ഏകദേശം 10-12 കിലോമീറ്ററോളം തമിഴ്നാട്ടിലെ ഈ ഫോറസ്റ്റ് വഴിയിലൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ മനോഹരമായ പറമ്പിക്കുളത്തേക്ക് എത്തുന്നത്. അപ്പോൾ കാട് നമ്മളെ എന്തൊക്കെ കാണിക്കുമെന്ന് നോക്കാം. പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് നെല്ലിയാമ്പതി, വാഴച്ചാൽ, അതിരപ്പള്ളി ഭാഗങ്ങളിൽ നിന്നുമുള്ള വഴികൾ ടെക്നിക്കലി ഉണ്ടെങ്കിലും ആ വഴികളിലൂടെയുള്ള യാത്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്കും അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റികൾക്കും മാത്രമാണ് സാധാരണയായി അനുവദിച്ചിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണ യാത്രക്കാർക്ക് പറമ്പിക്കുളത്തിലെത്താനുള്ള മെയിൻ ആക്സസ് തമിഴ്നാട് വഴിയാണ്. പൊള്ളാച്ചി കടന്ന് ആനമല ടൈഗർ റിസർവിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. പൊള്ളാച്ചി റൂട്ട് എടുത്താൽ യാത്ര തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇരുവശങ്ങളിലും നീണ്ടു നിൽക്കുന്ന മരങ്ങളും ഇടയ്ക്ക് തുറന്നു വരുന്ന പുൽമേടുകളും ശാന്തമായ റോഡുകളും ഓടിച്ചു പോകാൻ തന്നെ മനസ്സിന് സുഖമുള്ളൊരു വഴി. ട്രാഫിക് കുറവും നല്ല കാറ്റും കാടിൻ്റെ പച്ച നിറവും. വണ്ടിയുടെ വിൻഡോ തുറന്ന് സ്ലോ ആയി പോയാൽ ഈ റൂട്ടിൻ്റെ ബ്യൂട്ടി ശരിക്കും ഫീൽ ചെയ്യാം. പൊള്ളാച്ചി വഴി വരുന്നവർക്ക് പറമ്പിക്കുളം ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, അവിടേക്കുള്ള ഈ യാത്രയിലെ കാഴ്ചകളും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അങ്ങനെ ആനമല ടൈഗർ റിസർവിൻ്റെ പ്രധാന എൻട്രി പോയിന്റുകളിലൊന്നായ സേതുമടൈ ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഒരു ചെറിയ ഫീയും ഒക്കെ കൊടുത്തു വേണം പോവാൻ. സേതുമടൈ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും തന്നെ ഈ യാത്രയുടെ മൂഡ് സെറ്റായി എന്ന് പറയാം. മുളങ്കാടുകൾക്കിടയിലിരിക്കുന്ന നീലഗിരി ലങ്കൂറുകളും മരങ്ങൾക്കിടയിലൂടെ പറന്നു പോകുന്ന പക്ഷികളും കാടിൻ്റെ ആദ്യത്തെ സൈറ്റിങ്ങിൽ തന്നെ നമ്മളെ സ്വാഗതം ചെയ്തു. അങ്ങനെ കാടിൻ്റെ ശബ്ദങ്ങളോടൊപ്പം പറമ്പിക്കുളത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഒഫീഷ്യലി ഇവിടെ സ്റ്റാർട്ടായി. പറമ്പിക്കുളത്തിലേക്കുള്ള യാത്രയിൽ കുറച്ചു നേരം നിർത്താൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് ആനമല ടൈഗർ റിസർവിനകത്തുള്ള ഗസ്റ്റ് ഹൗസും സ്റ്റേകളുമുള്ള ഈ ടോപ്പ് സ്ലിപ്പ് എന്ന ഈ ഭാഗം. വിസ്തൃതമായ പുൽമേടുകളും ഓപ്പൺ ലാൻഡ്സ്കേപ്പുമുള്ള ഈ ഭാഗത്ത് മിക്ക സമയങ്ങളിലും മാൻകൂട്ടങ്ങളെ കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ കുറച്ച് സമയം നിന്ന് നോക്കിയാൽ വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മാൻകൂട്ടത്തിന് പകരം നമുക്ക് കിട്ടിയത് ഈ കാണുന്ന പന്നിക്കൂട്ടങ്ങളെയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും യാത്ര തുടരാണ്. സേതുമടൈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷമാണ് നമ്മൾ പറമ്പിക്കുളത്തിലേക്കുള്ള എൻട്രി പോയിൻ്റായ ആനപ്പാടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തുന്നത്. ഇവിടെയാണ് നമ്മൾ തമിഴ്നാട് വിട്ട് കേരളത്തിലേക്ക് ഒഫീഷ്യലായി പ്രവേശിക്കുന്നത്. സാധാരണയായി ഈ ഭാഗം കടന്നു പോകുമ്പോൾ കാട്ടുപന്നിയും മാനും ചിലപ്പോഴൊക്കെ ആനകൾ വരെ കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അത്രയ്ക്ക് കാര്യമായ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. എന്നാലും കാടിലൂടെ പതുക്കെ പോകുന്ന ഈ യാത്ര തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആനപ്പാടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി നമ്മൾ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുത്തു.
ചുരുക്കം ഫോർമാലിറ്റീസ് കഴിഞ്ഞതോടെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടി. യാത്രക്കാർക്ക് വേണ്ടി ഇവിടെ വാഷ്റൂം സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ ഇവിടം ഒരു നല്ലൊരു ഓപ്ഷനാണ്. ആനപ്പാടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഒരു മനോഹരമായ കാഴ്ച കൂടി ഉണ്ടായിരുന്നു. കാടിനകത്തുകൂടെ പതുക്കെ കടന്നു പോകുന്ന KSRTC ബസ്. സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് പറമ്പിക്കുളത്തിലേക്ക് എത്താൻ KSRTC ബസ് വളരെ വലിയൊരു ആശ്വാസമാണ്. കാടിൻ്റെ നടുവിലൂടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകൾ കടന്ന് സാധാരണ യാത്രക്കാരെയും സ്റ്റാഫുകളെയും കൂട്ടിക്കൊണ്ട് ഈ ബസ് സർവീസ് ദിവസവും ഈ റൂട്ടിലൂടെ ഓടുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ട് പറമ്പിക്കുളം ഇൻഫോർമേഷൻ സെൻ്ററിലെത്തി വീണ്ടും നമ്മൾ ബുക്കിംഗ് ഡീറ്റെയിൽസൊക്കെ കാണിച്ചു കൊടുത്തു. ഒരു ചെറിയ വെരിഫിക്കേഷൻ നടപടികൾ കഴിഞ്ഞതോടെ അവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് സ്റ്റാഫ് ഞങ്ങളെ ഗൈഡ് ചെയ്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്ന സ്റ്റേ ആയതുകൊണ്ട് തന്നെ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. ഇൻഫോർമേഷൻ സെൻ്ററിൽ നിന്ന് തന്നെ സ്റ്റേ, ആക്ടിവിറ്റീസ്, ടൈമിങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്ത ടെൻറ്റഡ് നീഷെ കോമ്പൗണ്ടിലേക്ക് നീങ്ങി. ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ലഗേജ് അൺലോഡ് ചെയ്യാനും സ്റ്റേ മാനേജ് ചെയ്യാനും ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റേ ഏരിയയിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു കാം ഫോറസ്റ്റ് വൈബ്. ഈ കാണുന്ന ടെൻറ്റിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. പേരെ സൂചിപ്പിക്കുന്നത് പോലെ കാടിൻ്റെ നടുവിൽ സുരക്ഷിതമായൊരു ടെൻറ്റിൽ ഒരു രാത്രി മുഴുവൻ താമസിക്കാം. സാധാരണ ടെൻറ്റുകളിലെ പോലെ കഷ്ടപ്പെടേണ്ട. ഇവിടെ നല്ല സൗകര്യമുള്ള ഭിത്തിയുള്ള ബാത്റൂമോട് കൂടിയ ടെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ ടെൻറ്റുകൾ കാടിൻ്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടാതെ നിർമ്മിച്ചിരിക്കുന്നതും നമുക്ക് കാണാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബെഡ് സെറ്റപ്പ് ആയാലും ലൈറ്റിംഗ് ആയാലും വെന്റിലേഷൻ ആയാലും കംഫർട്ടിൽ ഇവിടെ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. റൂമൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കോമ്പൗണ്ടിൻ്റെ ചുറ്റും കുറച്ചു നേരം നടന്നു കാണാനിറങ്ങി. ചുറ്റും പച്ചപ്പും ശാന്തതയും പക്ഷികളുടെ ശബ്ദവും കാടിൻ്റെ ആംബിയൻസും എല്ലാം ചേർന്ന് ഒരു പീസ്ഫുൾ സ്പേസ്. ഈ യാത്രയിൽ ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധിച്ചാൽ കാടിൻ്റെ സ്വന്തം ശബ്ദങ്ങൾ കേൾക്കാം. ചിലപ്പോൾ പക്ഷികളുടെ പാട്ടുകളായിരിക്കാം, മറ്റു ചിലപ്പോൾ ചീവുകളുടെ കരച്ചിലായിരിക്കാം. ഇതൊരു സ്റ്റേ മാത്രമല്ല, കാടിനകത്ത് കുറച്ചു നേരം സ്ലോ ആയി ജീവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ഇവിടുത്തെ സ്റ്റേയിൽ സെറ്റിലായതിനു ശേഷം നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. സിമ്പിൾ ഹോംലി ഫുഡ്.
സഫാരിക്ക് മുമ്പുള്ള ഒരു നല്ലൊരു എനർജി ബൂസ്റ്റ് എന്ന് പറയാം. ഭക്ഷണം കഴിഞ്ഞതോടെ ഇനി നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റിയായ ജംഗിൾ സഫാരിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി. ബസ് കുറച്ച് ലേറ്റായാണ് ഇന്ന് എത്തിയത്. അകത്ത് കയറിയതിന് ശേഷം ബസ്സിൽ തന്നെയാണ് ഗൈഡ് നമുക്ക് ഒരു ചെറിയ ഇൻട്രോ നൽകിയത്. ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ അധികം പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായതുകൊണ്ട് ഗൈഡ് വിവരങ്ങളെല്ലാം തമിഴിലാണ് വിശദീകരിച്ചു തന്നത്. ഡാൻസ് പ്രോഗ്രാം മുടിഞ്ഞിട്ട് നമ്മ சொன்னமாற 7 மணிக்கு மேலே அங்கிருந்து நம்ம போகிற வழியாவே தான் ஸ்டார்ட் பண்ணி வருவோம். அனிமேல் பார்த்தாலும் கூட நம்ம சத்தம் போட வேண்டாம். அது பக்கத்திலே நம்ம பார்க்குற மாதிரி நிற்கிற மாதிரி இருக்கணும். நம்ம சத்தம் போடாமல் இருக்கணும். பிளாஸ்டிக் ஐட்டம் ஏதாச்சும் சாப்பிட்ற பொருள் அது எதுவுமே வெளியே போட வேண்டாம். இருந்தாலும் கூட கையிலே வச்சுக்கோங்க. நம்ம இறங்கி பார்க்குற ஏரியாவில் வந்து குழந்தைங்கள ரொம்ப பத்திரமா பார்த்துக்குங்க. അങ്ങനെ യാത്ര തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തൂണക്കടവ് ഡാം എത്താറായി. ஏரியாவில் இருக்கிற டாம் எல்லாமே தமிழ்நாடு கவர்மெண்டோடது. அதாவது தண்ணியும் டாமும் கண்ட்ரோல் தமிழ்நாடு கவர்மெண்ட். அதே மாதிரி பரம்பிக்குளம் ஆலியார் ப்ராஜெக்ட் இது முடிச்சிட்டு ஆஃப் ரோடு வந்து நம்ம கன்னிமாரா டீக்கு போகணும். அங்கே இறங்கி எல்லாம் பார்த்துட்டு ஃபோட்டோ எல்லாம் எடுத்துட்டு அப்புறம் நம்ம டாம் வியூ பாயிண்ட் வேலி வியூ பாயிண்ட் முடிச்சுட்டு ராஃப்டிங் நம்ம போகணும். வாங்க சார். ഈ കാണുന്നതാണ് തൂണക്കടവ് ഡാം. ചുറ്റും കാട്, നടുവിൽ ശാന്തമായി കിടക്കുന്ന റിസർവോയർ. വളരെ പീസ്ഫുള്ളായ ഒരു സ്ഥലമെന്ന് തോന്നുന്ന വിധം ഒരു മനോഹരമായ സ്ഥലം. പറമ്പിക്കുളം ടൈഗർ റിസർവിലെ പ്രധാന ഡാമുകളിലൊന്നാണ് ഈ തൂണക്കടവ് ഡാം. വന്യമൃഗങ്ങൾക്കും കാടിൻ്റെ എക്കോസിസ്റ്റത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ റിസോഴ്സ് കൂടിയാണിത്. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കാടും വെള്ളവും ചേർന്ന് ഒരു വൈഡ് ഫ്രെയിം നമുക്ക് കാണാം. മറ്റ് ശബ്ദമൊന്നുമില്ലാത്ത നേച്ചറിൻ്റെ സൈലൻസ് മാത്രമുള്ള ഒരിടം. ഈ സഫാരിക്കിടയിൽ കുറച്ചു നേരം ഇറങ്ങി ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നത് തന്നെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ തൂണക്കടവ് ഡാം കണ്ടതിന് ശേഷം അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി അടുത്തതായി കാണാൻ പോകുന്നത് കന്നിമര തേക്ക് കാണാനാണ്. പോകുന്ന വഴിയിൽ അങ്ങനെ വലിയ സൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മ്ലാവിനെ കാണാൻ പറ്റി, അത്ര തന്നെ. പക്ഷേ ഇതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇവിടെ ഓരോ സഫാരിയും ഗ്യാരണ്ടീഡ് സൈറ്റിങ്സിന് വേണ്ടിയല്ല പോകുന്നത്. കാട് എപ്പോൾ എന്ത് കാണിക്കണമെന്ന് കാട് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഏകദേശം 640 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഒരു ഡെൻസ് ഫോറസ്റ്റും റിസർവോയറും ഗ്രാസ് ലാൻഡും എല്ലാം ചേർന്ന് ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാതിരുന്നാലും ഈ കാടിലൂടെ പതുക്കെ യാത്ര ചെയ്യുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. വളഞ്ഞും പുളഞ്ഞുമൊക്കെ കിടക്കുന്ന മൺപാതയിലൂടെയുള്ള യാത്ര തന്നെ ഒരു രസമാണ്. അങ്ങനെ കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കന്നിമര തേക്കിലേക്കുള്ള യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു കൂറ്റൻ മരം കണ്ടു. അതാണ് നമ്മുടെ കന്നിമര തേക്ക്. പറമ്പിക്കുളം വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാഴ്ചയാണ് കന്നിമര തേക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്കാണ് ഈ കന്നിമര തേക്ക്. ഇതിൻ്റെ പഴക്കം ഏകദേശം 450-500 വർഷം വരുമെന്നാണ് പറയപ്പെടുന്നത്. വനം വകുപ്പിൻ്റെ സഫാരിയുടെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ ഭീമൻ മരം സമയത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും കണ്ടുനിന്ന ഒരു ജീവിച്ചിരിക്കുന്ന ചരിത്രം പോലെയാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ ആരുമൊന്ന് മന്ദമിടും. ഇത്രയും വലിയൊരു തേക്കുമരം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏകദേശം 41 മീറ്ററിലധികം ഉയരവും 7 മീറ്ററിലധികം വണ്ണവുമുണ്ട്. 5 പേരെങ്കിലും കൈകോർത്ത് പിടിച്ചാലേ ഈ തേക്കിനെ ചുറ്റിപ്പിടിക്കാൻ കഴിയുള്ളൂ. ഇത് വെറുമൊരു തേക്കുമരമല്ല. ഗൈഡാണ് കന്നിമര തേക്കിൻ്റെ ഐതിഹ്യം പറഞ്ഞു തന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ മരം മുറിക്കാൻ വന്നപ്പോൾ മരത്തിൽ നിന്ന് ചോര വന്നത്രേ. അന്ന് തൊട്ട് ഇവിടുത്തെ ആദിവാസി സമൂഹം
ഈ തേക്കിനെ ദൈവമായി ആരാധിച്ചു പോരുന്നു. അതുകൊണ്ടാണ് ഈ തേക്കിന് കന്നിമര തേക്ക് എന്ന് പേര് വന്നതത്രേ. കന്നി എന്നാൽ കന്യക എന്നാണല്ലോ അർത്ഥം. ഇത് സത്യമാണോ അല്ലയോ എന്നതിനേക്കാൾ ഈ കാട് ഇന്നും ജീവനോടെ സൂക്ഷിക്കുന്ന ഒരു വിശ്വാസകഥയാണ് കന്നിമരത്തേക്ക്. നൂറ്റാണ്ടുകളോളം നീളുന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ കന്നിമരത്തേക്ക് കണ്ടതിന് ശേഷം അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അടുത്തതായി നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ഡാം വ്യൂ പോയിൻ്റ് കാണാനാണ്. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് മാനുകളെയും കാട്ടുപോത്തിനെയൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കും കിട്ടി ചില കാഴ്ചകൾ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഡാം വ്യൂ പോയിന്റിലെത്തി. ദൂരെ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും തന്നെ ഈ സഫാരിയിലെ മികച്ച സൈറ്റിങ്സിലൊന്ന് കിട്ടി. റോഡിനരികിലും പുൽമേടുകളിലുമായി കാട്ടുപോത്തുകളുടെ ഒരുപാട് കൂട്ടങ്ങളെ വളരെ അടുത്തു നിന്ന് തന്നെ കാണാൻ സാധിച്ചു. വളരെ വലിപ്പമുള്ള ശരീരവും നിശബ്ദമായ അവൻ്റെ നിൽപ്പും, നമ്മളെ ഒന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ലോകത്ത് നിൽക്കുന്ന കാട്ടുപോത്തുകളാണ് സൈറ്റിങ്സ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ പോയത് വാലി വ്യൂ പോയിൻ്റ് കാണാനാണ്. പക്ഷേ നമ്മുടെ യാത്ര അല്പം ലേറ്റ് ആയതിനാൽ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വാലി വ്യൂ പോയിൻ്റ് ദൂരത്തു നിന്ന് ജസ്റ്റ് കാണിച്ച് വണ്ടി സ്ലോ ആയി വിട്ടു. ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വിശാലമായ താഴ്വര കണ്ടുപോകുന്നത് പോലും ഈ യാത്രയുടെ ഒരു നല്ല ഓർമ്മയാവും. ഇങ്ങനെയാണ് പറമ്പിക്കുളം സഫാരി. എല്ലാ സ്ഥലത്തും നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഓരോ വളവും ഓരോ കാഴ്ചകൾ തന്നെയാണ് തരുന്നത്. അങ്ങനെ വേഗം തന്നെ നമ്മൾ അടുത്ത ആക്ടിവിറ്റിയായ ബാംബു റാഫ്റ്റിങ്ങിനായി പുറപ്പെട്ടു. സമയം ഇതിനകം കുറച്ച് ലേറ്റായതിനാൽ നേരെ അവിടേക്ക് തന്നെ. പോകുന്ന വഴിയിൽ കാടിൻ്റെ മറ്റൊരു കാഴ്ച കൂടി കാണാൻ സാധിച്ചു. ഒരു വശത്ത് വലിയ മാൻകൂട്ടവും മറുവശം കാട്ടുപന്നികളെയുമാണ് കാണാൻ സാധിച്ചത്. റോഡിൻ്റെ ഇരുവശത്തും നിശബ്ദമായി നിൽക്കുന്ന മാൻകൂട്ടം, മറുവശത്ത് കാട്ടുപന്നികൾ പതുക്കെ നീങ്ങുന്നത്. ഇതൊക്കെ സഫാരിക്ക് പുറത്തുള്ള ഒരു ബോണസ് സൈറ്റിംഗ് ആണെന്ന് പറയാം. ഈ കാണുന്നതാണ് പറമ്പിക്കുളം റൗണ്ട് അബൌട്ട്. ഇവിടെ എത്തിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ആക്ടിവിറ്റി സോണിലേക്ക് എത്തിക്കഴിഞ്ഞെന്ന്. ഈ റൗണ്ട് അബൌട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ബാംബു റാഫ്റ്റിംഗ് പോയിന്റ്. അങ്ങനെ കാടിൻ്റെ നടുവിലൂടെ പതുക്കി നീങ്ങി നമ്മൾ ബാംബു റാഫ്റ്റിംഗ് ഏരിയയിലെത്തി. ഇനി വെള്ളത്തിന്മേൽ കാടിനെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാനുള്ള സമയമാണ്.
ബാംബു റാഫ്റ്റിൽ കയറിയതോടെ എല്ലാം പിന്നെ പതുക്കെയായി. പറമ്പിക്കുളത്തെത്തിയാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അവിടുത്തെ ബാംബു റാഫ്റ്റിംഗ്. ടൈഗർ റിസർവിലെ പറമ്പിക്കുളം ഡാമിലാണ് ഈ കിടിലൻ പരിപാടി. മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ പുഴയുടെ നടുവിലൂടെയുള്ള യാത്ര ശരിക്കും വേറെ ലെവൽ അനുഭവം തന്നെയാണ്. എൻജിൻ ശബ്ദമില്ല, വെള്ളത്തിൻ്റെ ചെറിയ ചലനവും കാടിൻ്റെ ശബ്ദങ്ങളും മാത്രം. ഈ റിസർവോയറിൽ മുതലകളുണ്ടെന്നാണ് ഗൈഡുകൾ നമ്മളോട് പറഞ്ഞത്. മുതലകളുണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ പേടിയൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്മേൽ ഇത്ര ശാന്തമായി നീങ്ങുമ്പോൾ ഒരു എക്സ്ട്രാ അലർട്ട് ഫീലിംഗ് കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ലൈഫ് ജാക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ബാംബു റാഫ്റ്റ് ആയതിനാൽ വളരെ സ്റ്റേബിൾ ആണെന്നും സേഫുമാണെന്നാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. റാഫ്റ്റ് നയിക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെന്താ ഇങ്ങനെ ലേറ്റ് ആയതെന്ന്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സന്ധ്യയോടുകൂടി ഈ ഒരു എക്സ്പീരിയൻസ് വേറൊരു മൂഡിലേക്ക് പോകുമെന്ന്. ഈ ബാംബു റാഫ്റ്റ് സൈലൻ്റായി നീങ്ങുമ്പോൾ ചുറ്റുമുള്ള കാടിൻ്റെ കാഴ്ചകൾ ഒരു അനുഭവം തന്നെയാണ് തരുന്നത്. பண்ண போகிறோமே லேடிஸ் வந்து ஜாயின் பண்ணிக்கலாம், அவங்க கூப்பிடுவாங்க. டான்ஸ் ப்ரோக்ராம் எல்லாமே முடிச்சுட்டு நம்ம வந்து இதே மாதிரி நம்ம டிஸ்க் சஃபாரி நம்ம போவோம். ഒരു 10 ബാംബു റാഫ്റ്റിംഗ് കഴിഞ്ഞോടെ നേരെ ഒരു ചെറിയ ടീ ബ്രേക്ക്. വാഷ്റൂം പോകാനുള്ള സൗകര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നേരെ വന്നത് ട്രൈബൽ ഡാൻസ് കാണാനാണ്. കാടിൻ്റെ നടുവിൽ ഓപ്പൺ സ്പേസിൽ താളം പിടിച്ച് നൃത്തം ചെയ്യുന്ന ഓരോ ചൂടിലും ഈ കാടിൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ കുറച്ച് ലേറ്റായതിനാൽ ഡാൻസ് ഇൻഡോർ സെറ്റപ്പിലാണ് നടത്തിയത്. തുറന്ന ആകാശം ഇല്ലാതിരുന്നിട്ടും ആ താളവും ആ ഊർജവും കാടിൻ്റെ കഥ പറയുന്ന ചൂടുകളും ഒന്നും കുറഞ്ഞില്ല. ഇത് വെറും ഒരു പെർഫോമൻസ് അല്ല, മറിച്ച് ഇവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ ജീവിതവും വിശ്വാസങ്ങളും പ്രകൃതിയോടുള്ള ബന്ധവും നൃത്തത്തിലൂടെ പറയുന്ന ഒരു എക്സ്പ്രഷൻസാണ്. വലിയ സ്റ്റേജോ ലൈറ്റ്സോ ഒന്നുമില്ലെങ്കിലും ആ ഒത്തൻറ്റിസിറ്റി തന്നെയാണ് ഈ ഡാൻസിനെ വളരെ സ്പെഷ്യലാക്കുന്നത്. അങ്ങനെ ട്രൈബൽ ഡാൻസൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നിടത്താണ് ശരിക്കും ഡാൻസ് നടക്കേണ്ടത്. ഓപ്പൺ സ്പേസിലായിരുന്നെങ്കിൽ വൈബ് കുറച്ചും കൂടി കിട്ടുമായിരുന്നേനെ. എന്തെങ്കിലും ചെറിയ സാധനങ്ങളോ ഓർമ്മയ്ക്കായി കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെയുള്ള ഈ കടകളിൽ നിന്ന് മേടിക്കാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചുള്ള ഈ യാത്ര തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സഫാരി എക്സ്പീരിയൻസ്. രാത്രിയിൽ കാടിലൂടെ പോകുന്നത് പകൽ സഫാരിയേക്കാൾ പൂർണ്ണമായും വേറിട്ടൊരു ഫീലാണ്. പോകുന്ന വഴിയിൽ മുള്ളൻ പന്നികളും
മാനും കാട്ടുപോത്തും ചില ഭാഗങ്ങളിൽ ആനകളെയും കാണാൻ സാധിച്ചു. നൈറ്റ് സഫാരി ആയതിനാൽ ലൈറ്റടിച്ച് റോഡിൻ്റെ വശങ്ങളിലേക്കും കാടിനകത്തേക്കും ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു യാത്ര. ഓരോ ലൈറ്റ് വീഴുമ്പോഴും കാട് എന്ത് കാണിക്കുമെന്നറിയാത്ത ഒരു ക്യൂരിയോസിറ്റി, അതാണ് നൈറ്റ് സഫാരിയുടെ യഥാർത്ഥ ത്രിൽ. അങ്ങനെ നൈറ്റ് സഫാരി കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ചെത്തി. ആദ്യം തന്നെ ഡിന്നർ കഴിക്കാൻ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞതോടെ ദിവസം മുഴുവൻ നടന്ന യാത്രയുടെ ക്ഷീണത്തിൽ നേരെ പോയി കിടന്നുറങ്ങി. ഈ കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ മോർണിംഗ് വൈബ്. കാട് പതുക്കെ ഉണരുന്ന സമയം. അധികം താമസിക്കാതെ തന്നെ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രക്കിങ്ങിന് പോയി. നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായ ഒരു ചെറിയ ട്രക്കിംഗ് ആണിത്. പ്രത്യേകമായി വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ ട്രക്കിംഗ് സൈറ്റിങ്ങിനേക്കാൾ ഹൈലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ കാടിൻ്റെ നടുവിലൂടെ പതുക്കെ നടന്ന് ശ്വാസമെടുത്ത് ചുറ്റുമുള്ള നേച്ചർ എൻജോയ് ചെയ്ത് പോകുന്നതാണ് ഈ ട്രക്കിങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതോടെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നേരെ ചെക്കൗട്ട് ചെയ്ത് പുറപ്പെട്ടു. വലിയ സൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ യാത്ര കാട് കാണാൻ വേണ്ടി മാത്രമല്ല, കാടിനെ ഫീൽ ചെയ്യാൻ കൂടിയായിരുന്നു എന്ന് പറയാം. ഈ കാടിൻ്റെ നിശബ്ദതയും തണുപ്പും പച്ചപ്പും പകൽ മുതൽ രാത്രി വരെ കാട് മാറി തരുന്ന കാഴ്ചകളും അതൊക്കെയാണ് ഈ യാത്രയിൽ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത്. പറമ്പിക്കുളം ഒരു ഡെസ്റ്റിനേഷനായി മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ് ആയി തന്നെയാണ് മനസ്സിൽ നിന്നിറങ്ങിയത്. വീണ്ടും ഒരിക്കൽ ഇവിടേക്ക് തിരിച്ചു വരാമെന്ന ഉറപ്പോടെ എല്ലാവർക്കും ബൈ.